ഹായ്, മാക്സിമം റീസണിംഗ് ഇല്ലാത്തൊരു ബാങ്ക് എക്സാമോ, അതും പബ്ലിക് സെക്ടർ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അസിസ്റ്റന്റ് മാനേജറിന് തുല്യമായ പോസ്റ്റിലേക്ക്. എന്താണ് ആ എക്സാം, എന്താണ് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 എന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിന് തുല്യമാണ്. സോണൽ ബേസ്ഡ് ഓഫീസേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നമുക്കിനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 2025 ജനുവരി 21 മുതലാണ്, അവസാനിക്കുന്നത് 2025 ഫെബ്രുവരി 9. ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 2025 എന്നാണ്. അതിന് കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ മാർച്ചിൽ എക്സാം നടക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ എക്സാമിനേഷനും പിന്നീട് തുടങ്ങുന്ന ഇൻ്റർവ്യൂമാണ് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പിന്നീട് അനൗൺസ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സോൺ ബേസ്ഡിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ടോട്ടൽ 4 സോണുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സോണിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ്സ് ഉണ്ടാവും, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാവും. നമ്മൾക്ക് അഹമ്മദാബാദ്, ചെന്നൈ, ഗുവാഹത്തി, ഹൈദരാബാദ് 4 സോണിൽ ചെന്നൈ സോണാണ് കേരളം ഉൾപ്പെടുന്ന സോൺ. അതിൽ തമിഴ്നാടും പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരിയും കേരളവുമുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് തമിഴ് അല്ലെങ്കിൽ മലയാളമാണ്. ടോട്ടൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വേക്കൻസി ഈ സോണിൽ അല്ലെങ്കിൽ ചെന്നൈ സോണിൻ്റെ വേക്കൻസി 58 ആണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇതുവരെ സെൻട്രൽ ബാങ്ക് അലോട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് 266 വേക്കൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസീസിന്റെ എണ്ണം ഇനിയും കൂടാം. ഓക്കെ, നമുക്കിനി എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് നോക്കാം. ആദ്യം ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് നമ്മുടെ നോർമൽ ഏജ് ബാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന ഡേറ്റ്സ് നോക്കുക. 1992 ഡിസംബർ 1 മുതൽ 2003 നവംബർ 30 വരെയുള്ള ഡേറ്റും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം 21 മുതൽ 32 വരെയാണ് നോർമൽ ഏജ് ബാർ അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എങ്കിൽ തന്നെയും നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. എല്ലാ പരീക്ഷകളെ പോലെ തന്നെ ഇവിടെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടവർക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് 32 ആണെങ്കിൽ SC/STക്ക് 37 വയസ്സ് വരെ പരീക്ഷ എഴുതാം. OBCക്ക് 3 വർഷവും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷവും പിന്നെ നമുക്ക് 1984 നമ്മുടെ സിഖ് വിരുദ്ധ കലാപത്തിലൊക്കെ മരിച്ചുപോയവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ 5 വർഷവും ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ് സർവീസിന് നമുക്കറിയാം, അതുപോലുള്ള അവർ സർവീസ് കാലാവധി പരിഗണിച്ചിട്ടുള്ള റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയിലും ഒരു ഡിഗ്രിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു MBBS ഹോൾഡർ ആണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഹോൾഡർ ആണോ, നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട് ആണോ, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാൻഡിഡേറ്റ്സ് വർക്കിംഗ് അല്ലെങ്കിൽ വർക്ക്ഡ് ഇൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ അർബൻ ബേസിലുള്ള ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഹാവിംഗ് മിനിമം അസറ്റ് സൈസ് ഓഫ് അറ്റ്ലീസ്റ്റ് 500 crores. 500 കോടിയിൽ അത്രയും എന്തെങ്കിലും അസറ്റ് സൈസ് ഉള്ള NBFCയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ഓഫീസർ കേഡറിലേക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസറി കേഡറിൽ ഇരുന്ന ഒരാൾക്ക് 1 വർഷം എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ക്ലറിക്കൽ കേഡറിലാണെങ്കിൽ 3 വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിനേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒറ്റ ഓൺലൈൻ എക്സാമിനേഷനേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ബാങ്ക് എക്സാമിനെ പോലെയുള്ള QA റീസണിങ് ചോദ്യങ്ങളില്ല. ഇവിടെ ഇംഗ്ലീഷ് 20 ചോദ്യങ്ങൾ, 20 മാർക്ക്, 15 മിനിറ്റാണ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ബാങ്കിങ് നോളജ് ബേസിക് ബാങ്കിങ് അവയർനെസ് ഉൾപ്പെടെ വരും. 60 ചോദ്യങ്ങൾ, 60 മാർക്ക്, 35 മിനിറ്റാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ നോളജ് 20 ചോദ്യങ്ങൾ, 20 മാർക്ക്, 15 മിനിറ്റ്. പ്രസന്റ് എക്കണോമിക് സിനാരിയോ ആൻഡ് ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ 20 ചോദ്യങ്ങൾ, 20 മാർക്ക്, 15 മിനിറ്റാണ്. ടോട്ടൽ 120 ചോദ്യങ്ങൾ, 120 മാർക്ക്, 80 മിനിറ്റിനാണ് നമ്മുടെ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത്. ഈ എക്സാമിനേഷൻ തുടർന്നുള്ള ഇൻ്റർവ്യൂവും ആണ് നിങ്ങളുടെ ഈ ഫൈനൽ മാർക്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ഓൺലൈൻ എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. 70:30 അല്ലെങ്കിൽ 7:3 എന്ന ആ ഒരു വെയിറ്റേജിലാണ് പിന്നെ പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിന് വരുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ 70യും ഇൻ്റർവ്യൂവിന് 30യുമാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 100-ലായിരിക്കും മാർക്ക് കണക്കൂട്ടുന്നത്. പിന്നെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പെഷ്യൽ കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നില്ല. നമുക്ക് റിട്ടൺ എക്സാമിന് ഒരു ജനറൽ കാറ്റഗറി ഉള്ള ആൾ പാസ്സാവണമെങ്കിൽ 50% മാർക്ക് മേടിച്ചിരിക്കണം. SC/ST OBC അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 45% മാർക്ക് മതി. ഇനി ഇന്റർവ്യൂ തന്നെ ടോട്ടൽ മാർക്ക്, ഇന്റർവ്യൂ മാക്സിമം മാർക്ക് പറഞ്ഞേക്കുന്നത് 100 ആണ്. അതിൽ ഈ പറഞ്ഞ പോലെ 50 മാർക്ക് മേടിച്ചെങ്കിൽ 50% മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ഉള്ള ഒരാൾ ഇന്റർവ്യൂ കവർ ചെയ്യും. പിന്നീട് SC/ST OBC PWD അവർക്ക് 45% മാർക്ക് മതി. അപ്പോൾ നമുക്ക് ആ രണ്ടും നോർമലൈസ് ചെയ്ത് 70:30 എന്ന പൊസിഷനിലായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്.
അപ്പോൾ അതിൽ ടോപ്പ് ആൾക്കാർക്കാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഭാരമോ അല്ലെങ്കിൽ വലിയൊരു ശ്രമത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ കിട്ടുന്നൊരു ജോലിയാണ്. ആവശ്യമില്ലെന്നല്ല, അത്യാവശ്യം നല്ല ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. എങ്കിലും നമുക്കിത് കവർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഒരു പോസ്റ്റ്, നമുക്കൊരു അസിസ്റ്റന്റ് മാനേജറിന് തുല്യമായ ഒരു പദവിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. പിന്നെ നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് എക്സാമിനേഷൻ സെൻറ്റർ നടക്കുന്നത്. ഇപ്പോൾ ഏത് പോസ്റ്റായാലും നമ്മൾ ആദ്യം തിരക്കുന്നത് എത്ര സാലറി എന്നാണ്. ഇപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് മാനേജറിന് തുല്യമായ ബേസിക് പേ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 48,480 ഇവിടെ ബേസിക് പേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു പബ്ലിക് സെക്ടർ ബാങ്കിലേക്ക്, സെൻട്രൽ ബാങ്ക് പോലെ പബ്ലിക് സെക്ടർ ബാങ്കിലേക്ക് നമുക്ക് ഒറ്റ എക്സാം ഇൻ്റർവ്യൂ വഴി നമ്മൾ കടക്കാൻ പോവുകയാണത്. വീണ്ടും പറയുകയാണ്, QAയും റീസണിങ്ങും ഇല്ലാത്തൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. പിന്നീട് നമുക്ക് നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ PWBD കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും 175+ GST ആണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് ആൾ അതർ കാൻഡിഡേറ്റ്സിന് 850+ GST ആണ്. അപ്പോൾ വുമൺ കാൻഡിഡേറ്റ്സിന് ഇവിടെ ഫീസിന് റിലാക്സേഷൻ ഉണ്ട്. ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ ഒരു ഓവർവ്യൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.